ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അപ്പൻ്റെ അമ്മേനെയും വിവാഹ വാർഷിക, അത് കൂടാണ്ട് അമ്മയുടെ പിറന്നാളും കൂടിയാണ്. സ്പെഷ്യലല്ല. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയ സമയം നോക്കി ഞാൻ ഓഫീസിൽ നിന്ന് വന്നു. എന്നിട്ട് ഞാൻ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ മുന്നിലത്തെ വാതിലും പൂട്ടിയിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ആക്കണമെന്നൊന്നും കരുതിയതല്ല. എൻ്റെ മനസ്സിലുണ്ടെങ്കിലും സച്ചേട്ടനില്ലല്ലോ വീട്ടിൽ, സജിനിയും ഹസ്ബൻഡും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരും വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ മൂന്നാളും ചേർന്ന് എങ്ങനെ ആഘോഷിക്കാമെന്നൊക്കെ കരുതി. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി, ഈ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റുക? ഇതൊക്കെയല്ലേ അവരെ സന്തോഷം. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. രണ്ടുപേരും ഇവിടെ ഇല്ലാണ്ടിരുന്നത് ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടായിട്ടാണ്. നമ്മളല്ലെങ്കിൽ ഇതിലും ഗംഭീരമായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാണ്, ഒക്കെ പാളിപ്പോയി. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു നിമിഷത്തെ ഞാനും സച്ചേട്ടനെയും സജിനേനെയും ഒരുപാട് മിസ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും അമ്മ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ലൊരു സുലൈമാനും അടിച്ചുകൊണ്ട് എന്നാ വന്നിട്ടുണ്ട്. ഞാൻ ഷോപ്പ് വരെ പോവുകയില്ല, ഷോപ്പ് കൂട്ടിയിട്ട് ഭയ്യ ഞാൻ താക്കോലെല്ലാം എടുത്ത് വാതിൽ തുറക്കുമ്പോഴേക്ക് കേക്ക് കൂടെ മറ്റേ സ്റ്റൂളും വരെ വെച്ചിട്ട് ഇവിടെ ഇത് പറയുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പൊ ഇവര് സന്ധ്യ വരെ കഴിഞ്ഞിട്ടല്ലേ വന്നേ, ഞാനേക്കും പിന്നെ വന്നിരുന്നു.